ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നത്. മെമ്മാരും ബാത്റൂം പോയിട്ട് ഉണ്ട്. ഫാൻ തിരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഞാനും നിലത്താന്നുള്ള ഉപ്പ മേലെ കിടന്നിട്ടുണ്ട്. പിന്നെ ഡോറിന് മുട്ടുന്ന സൗണ്ട്, ആരോ നടക്കുന്ന സൗണ്ട്. നോക്കണ്ട, നിങ്ങൾ അടുത്ത നാട്ടിലേക്ക് വന്നോ, അവിടെ ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ഡബിൾ മൈൻഡിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പറയണ പാണ്ടേ ഇങ്ങനെ കുറേ ആൾക്ക് ചിലപ്പോൾ ഇത് കുറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഞാനെന്ന് വെച്ചാൽ അങ്ങനെ നെഗറ്റീവ് എനർജിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ പഠിച്ചവനുണ്ടെങ്കിൽ സൈത്താനുണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. ചില ആൾക്ക് നെഗറ്റീവ് എനർജിയിൽ വിശ്വാസം ഉണ്ടാവില്ല. ചില ആൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എനർജീൻ്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഉണ്ടായ ഒരു നെഗറ്റീവ് എനർജി ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇത് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഒരു ടെൻത്തിലെന്തോ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വെക്കേഷനിൽ ഞാനും ഉപ്പാവും ഗോവക്ക് പോയി. എൻ്റെ ഉപ്പാക്ക് ഗോവയിലാണ് അപ്പോൾ പണിയുണ്ടായത്. ഉപ്പാക്കവിടെ ഈ റോഡിൻ്റെ കോൺട്രാക്ടർ അങ്ങനെ എന്തോ ആണ് ഉപ്പാക്ക് പണിയുണ്ടായത്. അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് ഞാനും ഉമ്മാവും അങ്ങോട്ടേക്ക് പോയി. നമ്മൾ ഒരു മാസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ എത്തി ഒരു 2-3 ദിവസം നേരെ ഉണ്ടായിന്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ റൂം എങ്ങനെയാണെങ്കിൽ താഴെ ഓണറും മേലെ 2 റൂമുണ്ട്. ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ, ഒരു കിച്ചണും ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാത്റൂമും എപ്പുറത്തും അങ്ങനെ. അപ്പോൾ നമ്മളെ മേലെ താഴെ ഓണറും മേലെ ഈ 2 റൂമാണ്. അതിലൊരു റൂമിൽ അങ്ങ് നിൽക്കുന്നത്, ഇപ്പുറത്തെ റൂമിൽ ആരും നിൽക്കലില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ടെറസ് പോലെ, ഈ റൂം താഴത്തെ ഓണറെ ടെറസാണ്. അങ്ങനെയാണ് സംഭവം, ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ ഇത് നമ്മൾ പോയിട്ട് 2-3 ദിവസം അവിടെ നിന്ന്. അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം രാത്രി നമ്മളെല്ലാം കിടന്നിട്ടുണ്ട്. ഉപ്പ കട്ടിൽ കിടന്നിട്ട് ഞാനും ഉമ്മാവും താഴെ കിടന്നിട്ട്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നത്. മെമ്മാരും ബാത്റൂം പോയിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലഷ് അടിച്ചിട്ടാകുമ്പോൾ വെള്ളം പോകുന്ന സൗണ്ടില്ലേ, അതാണ് കേൾക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉപ്പാനെ വിളിച്ച് ഉപ്പ നോക്കുമ്പോൾ നമ്മളെ ബാത്റൂമിൽ നല്ല സൗണ്ട് വരുന്നുള്ളത് അപ്പുറത്തെ ബാത്റൂമിൽ നിന്നാണ്. അതായത് അപ്പുറത്തെ റൂമിലുള്ള ബാത്റൂമിൽ. അവിടെ ആരുമില്ല, ആ റൂമിൽ ആരും നിൽക്കുന്നില്ല, താമസമൊന്നുമില്ല. പിന്നെ നമ്മൾ വലിയ കാര്യമാക്കിയിട്ട് ഓക്കെ. എന്നിട്ട് പിറ്റേ ദിവസം രാത്രി കിടന്നിട്ടാകുമ്പോൾ ഫാന് കറണ്ടെല്ലാം പോയി. രാത്രി കറണ്ടൊന്നുമില്ല. അപ്പോൾ ഉണ്ട് ഫാൻ തിരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഞാനും നിലത്താന്നുള്ള ഉപ്പ മേലെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഫാന് തിരിയുന്നുണ്ടല്ലോ, കറണ്ടും ഇല്ല, അതെന്ത്? ഉമ്മ പറഞ്ഞ്, ഉമ്മക്ക് ഞാൻ പേടിയാന്ന് വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞു, അല്ലല്ല കറണ്ട് ചിലപ്പോൾ വോൾട്ടേജ് കുറവായിരിക്കുന്നു, ഞങ്ങൾക്ക് അറിയുന്നുണ്ട് കറണ്ട് ഇല്ലാന്ന്. അപ്പം ഞാൻ പേടിയാവും വിചാരിച്ചിട്ട് ഉമ്മ അങ്ങനെ പറയുന്നതാണ്, വോൾട്ടേജ് കുറവായിരിക്കുന്നു. അതുമല്ല, പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, പാത്രം പോകുന്ന സൗണ്ട്, പിന്നെ ഡോറിന് മുട്ടുന്ന സൗണ്ട്, ആരോ നടക്കുന്ന സൗണ്ട്, എന്തെല്ലോ കേൾക്കാൻ തുടങ്ങി. നമുക്ക് നല്ല പേടിയായി. അപ്പോൾ അങ്ങനെയല്ലോ രാവിലെ ആക്കിയപ്പോൾ ഉപ്പാട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞ്, ഞാൻ മുമ്പേ ഇതെല്ലാം കേൾക്കുന്നെല്ലാം ഉണ്ട്, പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാനങ്ങനെ കെയർ ആക്കിയിട്ടാ. നിങ്ങൾ വന്നപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആളെല്ലാം ഉണ്ടാകുമ്പോൾ, പക്ഷേ ഇപ്പോഴും അങ്ങനെ സൗണ്ട് ഉണ്ട്. അങ്ങനെ അമ്മ എന്താക്കി, ഓണറോട് കാര്യം ചോദിച്ചപ്പോൾ അന്ന് ഒരു ഞെട്ടിക്കുന്ന സംഭവം. അങ്ങനെ എന്നല്ല, ഓണറോട് കാര്യം ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു, ഈ മേലത്തെ 2 റൂമും കെട്ടുന്നതിന് മുമ്പ് ഈ ഓണർക്ക് പണിയുണ്ടായി, ഓണറെ 2 മക്കൾക്ക് പണിയുണ്ടായി, നല്ല കുറച്ച് സെറ്റിൽഡ് ആയിട്ടുണ്ട് ഉണ്ടായത്. ഈ റൂം കെട്ടിയതിന് ശേഷം ഈ മക്കളെ 2 പണി പോയി, ഈ ഓണർക്ക് സ്ഥിരമായിട്ട് വരുമാനം ഇല്ലാണ്ടായി. അപ്പോൾ ഇയാൾ നമ്മളോട് ഇതെല്ലാം പറയാൻ തുടങ്ങി. ഫുള്ള് എന്തെന്ന് പറയൽ, എല്ലാം അയാളെ ഫാമിലി ഫുള്ളായിട്ട് തകർന്നു പോയി, അങ്ങനെ എന്തെല്ലോ പറഞ്ഞു നമ്മളോട്. അപ്പോൾ ഉപ്പ ചോദിച്ച്, എന്നാൽ നിങ്ങൾക്ക് ആദ്യം ഇത് പറഞ്ഞൂടെ, നമ്മളിവിടെ ഇങ്ങനെ റൂം എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നും പറഞ്ഞൂടെ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അയാളൊന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അധികം പ്രശ്നമാക്കിയിട്ടില്ല. അപ്പോൾ
ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചു എന്തെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളൊരു സ്ഥിരം ചോദിക്കുന്ന ഒരു ഉസ്താദുണ്ട് എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ. അപ്പോൾ ഉസ്താദോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് എന്തൊന്നും നോക്കണ്ട, നിങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് വന്നോ, അവിടെ ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ കാര്യം അറിഞ്ഞ് ഇങ്ങനെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പേടിച്ച് പോയി. കാരണം ഈ എന്ത് 2-3 ദിവസം അവിടെ നിന്നല്ലോ, ആ 2-3 ദിവസം ഞാൻ ഈ റൂമിൻ്റെ പുറത്ത് തന്നെ, ഞാൻ ഇപ്പുറത്തെ റൂമിൻ്റെ പുറത്താണ് ഞാൻ അധികം ഉണ്ടാവില്ല. ഞാൻ എന്താക്കും, ആ ജനൽ തുറന്നിട്ട് ഉള്ളിലേക്ക് നോക്കും അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ആക്കലും എല്ലാം എൻ്റെ പണി ആ റൂമിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഇതറിഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടാണ്. ഞാൻ ആ റൂമിൻ്റെ അടുത്തും ആ ജനലിൻ്റെ അടുത്തും എല്ലാം നിന്നിട്ടാണ് എല്ലാം ആയിക്കൊണ്ടുണ്ടായത്. അങ്ങനെ അന്ന് രാത്രി തന്നെ നമ്മ ഈ ചോദിച്ച അന്ന് രാത്രി, വൈകുന്നേരം അന്ന് എന്തോ ചോദിക്കുന്നുള്ളത്, അന്ന് രാത്രി തന്നെ നമ്മ 2 മണിക്കുള്ള ട്രെയിനിൽ നാട്ടിലേക്ക് വന്ന്. പിന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ടാണ്. ഇപ്പോഴും നമുക്ക് അതെന്തെന്ന് അറിയില്ല, എന്താ സംഭവം അവിടെ ഉണ്ടായത്. നമ്മൾ ഈ ഇറച്ചിക്കറി വെക്കും, പിന്നെ ഉണക്ക മീനെല്ലാം അങ്ങനെയെല്ലാം വെക്കും. അപ്പം ആദ്യത്തെ 3 ദിവസം നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിട്ടാണ്. ഇങ്ങനെയെല്ലാം ഉണക്ക മീൻ കറി വെക്കാൻ തുടങ്ങി, ഇറച്ചിക്കറി വെക്കാൻ തുടങ്ങി, ചിക്കൻ കറി വെക്കാൻ തുടങ്ങി. ഇങ്ങനെയെല്ലാം നമ്മളെ ഫുഡെല്ലാം വെക്കുന്ന സമയത്താണ് ഇത് ഇടങ്ങേറ് നല്ലോണം നമുക്ക് തുടങ്ങിയത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രേതശല്യം തന്നെ, അല്ലെങ്കിൽ കുട്ടിച്ചാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയില്ല. ഇപ്പോഴും നമുക്കത് എന്ത് സംഭവം എന്നറിയില്ല. ഉസ്താദോട് ചോദിച്ചപ്പോൾ ഉസ്താദിന് അതൊന്നും അറിയണ്ട, എന്തായാലും ഇങ്ങനെ അടുത്ത് വന്നില്ലേ അതന്നെ നല്ലത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇപ്പോഴും അതൊരു മിസ്റ്ററി പോലെയാണെന്നുള്ളത്, എന്തെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.